വേണോന്ന് ചോദിക്കുന്നില്ല അതെനിക്ക്. എന്തു പറ്റി? പണ്ട് തന്റെ അച്ഛനെ കൊണ്ട് റാക്ക് കുടിപ്പിച്ചതാ ഞാൻ, കോഴിക്കോട് വെച്ച്. വേണുവേട്ടന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും ഒരൊറ്റ കവിള്. അതോടെ ഛർദിച്ച് കുടല് പുറത്തു വന്നു. അപ്പൊ അതാണ് സംഭവം. ചായ സൽക്കാരത്തിന്റെ നടുവില് മുഖ്യാതിഥിയെ കൊണ്ട് പത്രാധിപര് എങ്ങോട്ടാ മുങ്ങിയെന്ന് മണം പിടിച്ചു വന്നതാ ഞാൻ എന്ന് പറഞ്ഞപ്പോ ഇതിപ്പോ പഴയ ഫ്രണ്ട്, ഫിലോസഫർ, കോമ്രേഡിന്റെ മകനെ ഇങ്ങനെ ഉടലോടെ നേരിട്ട് കൈപ്പറ്റിയതിന്റെ സന്തോഷം. പിന്നെ മറ്റേ നരേന്ദ്രൻ ഇഷ്യൂ ഒക്കെ കൂടി ചേർന്നുള്ള ഒരു ഇമോഷണൽ ഹബ്ബബ്. ഏത് ശിലാഹൃദയനും രണ്ടെണ്ണം വീശി പോകാവുന്ന സിറ്റുവേഷൻ. അതല്ലേ പ്രശ്നം? പക്ഷെ കേട്ടല്ലോ, രണ്ടില് നിർത്തിക്കോണം, ഫുൾ സ്റ്റോപ്പ്. അതെ, തമാശയല്ല കേട്ടോ, പേടിച്ചിട്ടാ. ഇടിയും തൊടിയും പ്രയോഗങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഇത്തിരിയൊക്കെ ബാക്കി വെച്ചിട്ടുള്ളൂ പോലീസുകാര്. ദാ ഇതിന്റെ ഉള്ളില് ഇനി ഇതും കൂടി. കേട്ടോ നന്ദൻ, അറിയാമല്ലോ, നാട്ടു നടപ്പനുസരിച്ചുള്ള ഉപചാരങ്ങളും എറ്റിക്കറ്റ്സും ഒക്കെ ശീലിച്ചു വശമാക്കുന്നതിന് മുമ്പേ വല്ലാതെ കട്ടിപ്പിടിച്ചു പോയൊരു മനസ്സാ എനിക്ക്. എങ്കിലും കേൾക്കുമ്പോ ഒരു ഭംഗിവാക്കിന്റെ ചുവ തനിക്ക് തോന്നിപ്പോയാല് വിട്ടുകളഞ്ഞേക്കണം, മറന്നേക്കണം. അല്ല, ദാ ഒരിക്കലും ഈ ജാഗ്രതയിലെ ചീഫ് എഡിറ്ററുടെ കസേര ഒരുക്കി വെച്ചിട്ട് കാത്തിരുന്നതാ ഞാൻ നിന്റെ അച്ഛന് വേണ്ടിയിട്ട്. പക്ഷെ വേണുവേട്ടനെ ഇവിടെ കൊണ്ടുവന്ന് പീഠമിട്ട് ആദരിച്ചിരുത്താനുള്ള ഭാഗ്യം എനിക്കുണ്ടാവാതെ പോയി. നന്ദൻ, താൻ ഇന്നോളം പരിചയിച്ചിട്ടുള്ള പടുകൂറ്റൻ പത്രങ്ങളുടെ പ്രചാരവും പകിട്ടും ഒന്നും ഒരു കാലത്തും ഉണ്ടാവില്ല എന്റെ ഈ പാവം പത്രത്തിന്. പക്ഷേ കേരളരശ്മി അതുപോലുള്ള വമ്പൻ സെറ്റപ്പുകളും അടുത്തൂന്ന് എപ്പോഴെങ്കിലും തനിക്ക് തോന്നിപ്പോയാല്, വേണുവേട്ടന്റെ ചോരയല്ലേടോ, അങ്ങനെ തോന്നും, ഉറപ്പാ എനിക്ക്. അങ്ങനെ തോന്നുമ്പോ തനിക്ക് ഇവിടേക്ക് പോരണം. ശേഖരേട്ടാ, ഞാൻ വേണുവേട്ടന് വേണ്ടി ഒരിക്കൽ ഞാൻ മനസ്സുകൊണ്ട് ഒഴിഞ്ഞു വെച്ച കസേര എന്നും നിനക്ക് അവകാശപ്പെട്ടതായിരിക്കും. എപ്പോ വേണമെങ്കിലും നിനക്കത് ഏറ്റെടുക്കാം. ശേഖരൻ മരിച്ചു കഴിഞ്ഞിട്ടായാൽ അങ്ങനെ, അല്ലെങ്കിൽ അതിനു മുമ്പ്. എന്താടി, ജാഗ്രതയുടെ ഒരേ ഒരു അനന്തരാവകാശിക്ക് പരാതി വല്ലതും ഉണ്ടോ എന്റെ തീർപ്പില്? എടി ഉണ്ടോന്ന്? ഒരു ലേശം, ഒരു ഇത്തിരി, ഒരു കുഞ്ഞുറുമ്പിന്റെ അത്രേ. അമ്പടി കള്ള കഴു. സോറി. ഹലോ, ആരാണ്? സി ഐ ഹരിദാസ് ആണ്. ശേഖരേട്ടനില്ലേ അവിടെ? ഒരു സെക്കൻഡ്. ആരാട്? സി ഐ ഹരിദാസാ. കൊടുക്കുന്നേ. പറയടോ. താൻ അവിടെ തന്നെ നിന്നാ മതി, ഞാൻ ദേ പുറപ്പെടുന്നു. അരവിന്ദൻ, ഫ്രണ്ട് പേജിൽ മെയിൻ സ്റ്റോറിക്ക് ഒരു 6x15 സ്പേസ് ഇട്ട് വേണം പേജ് സെറ്റ് ചെയ്യാൻ. അല്ല ശേഖരേട്ടാ, വേണോടോ, ഞെട്ടിക്കുന്ന ചില കഥകളുണ്ടാവും നാളത്തെ ജാഗ്രതയില്. രാത്രി വൈകാതെ എത്തും ഞാൻ, മോളോടൊന്ന് പറഞ്ഞേക്കണം. എന്നിട്ട് താൻ ഇവിടെ തന്നെ ഉണ്ടാവണം. എന്തോടോ വിയർക്കുന്നേ? ഒന്നുമില്ല. ശരി, വഴി. ഹലോ, വെൽക്കം സാർ. ഞാൻ പറഞ്ഞില്ലേ ശേഖരേട്ട, മിസ്റ്റർ കെ കെ നമ്പ്യാർ. അങ്ങനെ ജ്ഞാനസ്നാനം ചെയ്ത് ശേഖരന്റെ ശിഷ്യത്വം സ്വീകരിച്ച ഖദറുകുപ്പായക്കാരൻ അരവിന്ദനൊടുവിൽ മാനസാന്തരം. നന്നായി. മിടുക്കൻ. നീയല്ല, ഇയാള്, ഈ ഹരിവംശിലാൽ. ശേഖരന്റെ ജാഗ്രതയിൽ നിന്ന് നിന്നെപ്പോലെ രക്തഗുണമുള്ളൊരു ചാരനെ ഇങ്ങനെ വലവീശി പിടിച്ചതിന്. കഴിക്ക. പറയടാ, എന്നിട്ടിപ്പോ എവിടെ ഉണ്ടാവും നിന്റെ ശേഖരേട്ടനും ഹരിദാസും? അല്ല, അത് ആണ്ടവൻ,
ഹരിദാസിന്റെ മാളങ്ങൾ ഏതൊക്കെയാണെന്ന് കൃത്യമായി അറിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ നിന്റെ ആൾക്കാർ, അല്ലേ? ആമാ. Then come on, trace them. കഴിഞ്ഞ 12 കൊല്ലത്തിനിടയ്ക്ക് പഴയ കസ്റ്റംസ് ഗാർഡ് മുഹമ്മദ് ഉണ്ണി അടക്കം ഇപ്പോഴീ വിൻസെന്റ് പീറ്റർ വരെ 9 കൊലപാതകങ്ങൾ. ലഹരി മരുന്നുകളും നിരോധിക്കപ്പെട്ട വേറെ പലതും ചേർത്ത് കുറേയേറെ കോടികളുടെ ഇടപാടുകൾ. അങ്ങനെ കണക്കുകൾ ഒരുപാടുണ്ട് വിശ്വനാഥന്റെ പേരിൽ, അല്ലേ? അതെ. വിശ്വനാഥനും ആണ്ടവനും പന്നലാൽ സേട്ടിനുമെതിരെ സകല സത്യങ്ങളും കോടതിക്ക് മുമ്പിൽ വിളിച്ചു പറയാൻ ഇവൻ തയ്യാറാണെങ്കിൽ ഇറ്റ് ഇസ് എ ക്ലീൻ കേസ്, അല്ലേ ഹരിദാസ്? യെസ്. അപ്പൊ നാളെ മുതൽ ഇവൻ ഇതിൽ പറഞ്ഞു വച്ചിരിക്കുന്ന അനുഭവ കഥകളും വിശ്വനാഥന്റെ വീരകൃത്യങ്ങളും ജാഗ്രതയിൽ അച്ചടിച്ചു തുടങ്ങും. അത് കഴിഞ്ഞാൽ കോടതി. ദാ ഈ ടേപ്പ് ഞാൻ തന്നെ സൂക്ഷിക്കും. കോടതിയിൽ ഹാജരാക്കുന്നവരെ ഇവനെ ഹരിദാസും. But ശേഖരേട്ടാ, ഇവനെ we will keep him. നോ, അല്ലെങ്കിൽ തന്നെ വെറുതെ ആ പാവം വിൻസെന്റ് പീറ്ററിനെ കൊണ്ട് കുരുതി കൊടുത്തില്ലേടോ നിങ്ങള്. ഇവൻ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. പിഴയ്ക്കാൻ വേണ്ടി പലതും ചെയ്തു പോയിട്ടുണ്ടെങ്കിലും ഒരു മനുഷ്യജീവനായി ഇതും കൊലയ്ക്ക് കൊടുക്കാതെ സംരക്ഷിച്ചു പിടിക്കാനുള്ള ബാധ്യതയുണ്ട് എനിക്കും ദാ ഇവനും. പാടോ, പാടോ. ഇതാടോ ഒരു പേടി തോന്നി തുടങ്ങിയിട്ടുണ്ടോ അതെനിക്ക്? ഇല്ല സർ. ആ, ഇതൊരെണ്ണം കത്തിച്ച് പിടിച്ചോ, ഒന്ന് ചൂടായിക്കോളും. ശരട്ടൻ അങ്ങട. ആ, എന്താ തോമസ് പ്രശ്നം? ഈ വണ്ടി ഒന്ന് ചെക്ക് ചെയ്യണം. മോളിൽ നിന്ന് DIG അദ്ദേഹം വണ്ടി നമ്പർ വിളിച്ചു പറഞ്ഞിട്ടാ. എന്താ കാര്യം? അത് താൻ DIGയോട് നേരിട്ട് വിളിച്ചു വെച്ചാൽ മതി. ചെക്ക് ചെയ്യണോ? ഹരിദാസ്, മാറി നിൽക്ക്. നോ. മാറി നിൽക്കാൻ പറഞ്ഞു. ഹരിദാസ്, വേണ്ട, വിട്. ഹരിദാസ്, വിടാൻ. എടോ കൈയെടുക്കാൻ. എടോ തോമസ്, ദാ ഈ വണ്ടിക്കുള്ളിലുണ്ട് തന്റെ DIG അന്വേഷിക്കുന്നവൻ. പക്ഷെ അവനെ ശേഖരൻ വിട്ടുതരുന്നില്ല എന്ന് പറഞ്ഞാൽ മതി. തന്റെ DIGയോടും പിന്നെ അവനെയും തന്നെയൊക്കെ തീറ്റിപ്പോറ്റുന്ന സാക്ഷാൽ വിശ്വനാഥനോടും. കേരളോ. ശേഖരേട്ടാ, ബുദ്ധിമുട്ടുണ്ടാക്കരുത്. എനിക്ക് വിട്ടുതരണവനെ ഫ്രെഡിയെ. ദയവേ തന്നെ നിർബന്ധിക്കരുത്. ദാ ഇതെടുത്ത് പ്രയോഗിക്കാൻ. ഹരിദാസ്, കേറ്. നിങ്ങളാണ് ഞാൻ. ജീവിതത്തിൽ ആദ്യമായി നിന്റെ ഈ വിളറിയ കയ്യിലേക്ക് ഒരു ആയുധം എടുത്ത് പിടിപ്പിച്ചു തന്നിട്ട് ഏത് പ്രാണന്റെയും നെഞ്ചിലേക്ക് അത് ചൂണ്ടിപ്പിടിക്കാനും ഒരു മുടിനാര് പോലും വിറയ്ക്കാതെ കാഞ്ചി വലിക്കാനും നിനക്ക് പഠിപ്പിച്ചെന്ന് ശേഖരന. അത് മറക്കണ്ട. വേണമെങ്കിൽ ശേഖരനെ നിനക്ക് കൊല്ലാം, ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. പക്ഷേ ഒരുപാട് തവണ മരണത്തിൽ നിന്ന് നീന്തിക്കയറിയ ഈ ശരീരവും മനസ്സും നിന്റെ മുന്നിൽ കീഴടങ്ങി കാണണമെങ്കിൽ അതിനി ഒരു 100 ജന്മം കൂടി ജനിക്കണം. നീ നായായിട്ടും നരിയായിട്ടും പിന്നെ നരനായിട്ടും. കേറ്. അതെ, പറഞ്ഞ വാക്കിന് വില വേണം ആണുങ്ങളായാലും. എങ്ങോട്ടെങ്കിലും ഇറങ്ങിയ ഒരു ഒറ്റ പോക്ക് പോയി കഴിഞ്ഞാല് പിന്നെ വീട്ടിലിങ്ങനെ കാത്തിരിക്കുന്നവരെ കുറിച്ച് എന്തെങ്കിലും ഒരു വിചാരം വേണം. എന്താ ശരിയല്ലേ?
അതെ, ഇപ്പൊ നിന്ന് മൂളിയായിരുന്നോ ശ്രീദേവി ടീച്ചർ? എവിടെ? ഹലോ, അതെ, എവിടെന്നാ? എന്റെ ഭഗവതി. എന്താ കുഞ്ചുസേ, ആരാ? അതെ, കള്ളു കുടിച്ചാൽ അത് വയറ്റിൽ തന്നെ കിടക്കണം, അല്ലാണ്ട് തോന്നിയാസം കാണിക്കരുത്. എന്താ കുഞ്ചുമാവാ, എന്തു പറ്റി? കുന്തം ഫിറ്റാടാ, ഫിറ്റ്. കണ്ടില്ലേ വാപത്തി പിടിച്ച് നിൽക്കുന്നത്? ഇന്നേ പത്രാധിപർ ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ, ഇന്നത്തെ കൊണ്ട് എല്ലാം അവസാനിപ്പിച്ചു ഞാൻ. ആഹാ, ഇങ്ങ എത്തിയല്ലോ. എന്ത് പറ്റിയാവോ? അയ്യോ, ഞാൻ വിചാരിച്ചു പത്രാധിപർ അദ്ദേഹത്തിന്റെ വരവാണെന്ന്. നല്ല ആൾക്കാരാ. ഒരു മുന്നറിയിപ്പില്ലാതെ ഇങ്ങനെ കയറി വരുന്നതിന് പകരം ഒന്ന് വിളിച്ചു പറയായിരുന്നില്ലേ മാധവേട്ട? എന്തെങ്കിലും അത്താഴം ഒരുക്കി വെച്ചേനല്ലോ ദേവു. വരൂ. മോളെ, എന്താ മാധവേട്ട, എന്തു പറ്റി? നന്ദൻ, പ്ലീസ്, എന്താ പറ്റിയത്? ദേവു, അത് നന്ദൻ, പ്ലീസ് പറയണം, എന്താ സംഭവിച്ചത്? എന്റെ അച്ഛൻ എന്തെങ്കിലും? നന്ദൻ, പറയാനാ പറഞ്ഞത്. പ്ലീസ്, എന്താ പറ്റിയത് അച്ഛന്? ദേവു, ശേഖരേട്ടൻ ദേവു, ദേവു, ഞാൻ പറയുന്നതൊന്ന്. ഇത് ഇവിടെ അല്ല ഹരി, ഇത് അകത്തെ പേജിൽ പോകും. എന്നിട്ട് ഇവിടെ അനുശോചനങ്ങളുടെ തീരാപ്രവാഹം. ഇവിടെ അല്ലേ? ആ, അങ്ങനെ. മോളിങ്ങി വന്നോ? എന്തേ അരവിന്ദേട്ടൻ പെട്ടെന്നൊരു ലോങ് ലീവ് ചോദിച്ചു കേട്ടല്ലോ? ആ, ഒരു 3 ആഴ്ചത്തേക്ക്. വയ്യ മോളെ, ശേഖരേട്ടൻ ഇങ്ങനെ പെട്ടെന്ന് ഇല്ലാതായി പോയപ്പോ പിടിച്ചു നിൽക്കാൻ വയ്യാത്തൊരു നീറ്റല്, വല്ലാത്തൊരു വീർപ്പുമുട്ടല് ഈ ഓഫീസിന്റെ ഉള്ളില്. തിരിച്ച് രാഷ്ട്രഭൂമിയിലേക്ക് തന്നെ പോവാൻ അരവിന്ദേട്ടൻ ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്നും കേട്ടു. അയ്യോ, മോളോട് ഇതാര്? ഇന്നലെ രാഷ്ട്രഭൂമി മാനേജിംഗ് ഡയറക്ടർ നരേന്ദ്രനെ ചെന്ന് കണ്ടിരുന്നു, കോട്ടയ്ക്കൽ വെച്ചിട്ട്. അല്ലേ? അയ്യോ, അത് വെറും ചുമ്മാ. അദ്ദേഹത്തിന്റെ പിഴിച്ചിൽ എങ്ങനെയുണ്ട്, കിഴി എങ്ങനെയുണ്ടെന്നെല്ലാം സുഷമ വെറുതെ ഫോണിൽ വിളിച്ച് സുഖവിവരം അന്വേഷിച്ചപ്പോ എന്താ പറയാ, കുട്ടി നേരിട്ട് വന്ന് എന്റെ അസുഖം അറിഞ്ഞാ മതിന്ന് നരേന്ദ്രേട്ടന് ഒരൊറ്റ വാശി. പിന്നെ സുഷമയ്ക്ക് ഒരു കൂട്ടിന് വെറുതെ കൂട്ടത്തിൽ ഞാനും പോയി ചെന്ന് കണ്ടു എന്നല്ലാതെ. ഞാൻ വിവരം അറിഞ്ഞതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ആ, ഹരി, തീർന്നില്ലല്ലോ ഇതുവരെ? ആ, തീർന്നു. അനുശോചനങ്ങളുടെ തീരാപ്രവാഹം. ശേഖർജിയുടെ ദേഹവിയോഗത്തില് ആരൊക്കെയാണാവോ ഇപ്പോഴും നിർത്താതെ കണ്ണീരൊഴുക്കുന്നത്? അത് സംസ്ഥാന സഹകരണ മന്ത്രി ജർമ്മനിന്ന്, പിന്നെ അമേരിക്കയിലെ ഫിലഡൽഫിയയിൽ വെച്ച് വിവരം അറിഞ്ഞിട്ട് സംസ്ഥാന ആഭ്യന്തരമന്ത്രി, പിന്നെ പ്രതിപക്ഷ നേതാവ് PK ആൻഡ്രൂസ് ഡൽഹിന്ന്, അല്ലേ? അതെ. പിന്നെ കിടന്ന കിടപ്പിൽ നമ്മുടെ രാഷ്ട്രഭൂമി നരേന്ദ്രേട്ടൻ ഒരു സന്ദേശം പറഞ്ഞു തന്നു ശേഖരേട്ടനെ കുറിച്ച്. നേരിട്ട് സ്ഥലത്തില്ലായിരുന്നെങ്കിലും പകരക്കാര് വശം നല്ല അസല് റീത്ത് കൊടുത്തയച്ചിരുന്നു ഇവര് 4 പേരും. അവന്റെയൊക്കെ റീത്തിന്റെ അടിയിൽ കിടന്ന് ശ്വാസം മുട്ടി പൊളഞ്ഞിട്ടുണ്ടാവും എന്റെ അച്ഛൻ. മോളെ,
താഴ്ച ബംഗ്ലാവിലെ കാണ്ടാമൃഗം ചെരിഞ്ഞാലും റീത്ത് വെക്കാൻ ഇളിച്ചു കാട്ടി നിൽക്കുന്ന ഇവന്റെയൊക്കെ പേര് പോലും മേലാൽ അച്ചടിച്ചു പോരുത് ശേഖരന്റെ ഈ പത്രത്തില്. അല്ല മോളെ, ഒരു മരണമെന്നൊക്കെ പറയുമ്പോ ആരോടായാലും ചില ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യണം നമ്മള്. പ്ലീസ്. ഇനി ഞാനായിട്ട് ഒരു ധിക്കാരം കാണിച്ചൊന്നും വേണ്ട. കയറി ചവച്ചു കൊട്ടയിൽ എറിഞ്ഞോളൂ. അവിടെ അവന്റെയൊക്കെ സ്ഥാനം. ആ പിന്നെ മോളെ, ഒരു മിനിറ്റ്, ഇതിനിടയ്ക്ക് അത് പറയാൻ വിട്ടുപോയി. ഇന്നലെ ക്ലബ്ബിൽ വെച്ച് കണ്ടപ്പോ ആറം പറഞ്ഞിട്ടാ ഞാൻ വിവരം അറിയുന്നത്. ബാങ്കിൽ നിന്നുള്ള നമ്മുടെ ലോണിന്റെ കുടിശ്ശികയ്ക്ക് ജപ്തി നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചിരിക്കുക അവര്. അല്ല, ഇനിയിപ്പോ ശേഖരേട്ടൻ ജീവിച്ചിരിപ്പില്ലാത്ത സ്ഥിതിക്ക് മോളിൽ നിന്നുള്ള പ്രഷറിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാന്നാ ആറമ്മന്റെ സ്റ്റാൻഡ്. മോളുടെ ഈ കഷ്ടപ്പാട് ഓരോന്നിങ്ങനെ കാണുമ്പോ എന്റെ ഒരു അഭിപ്രായത്തില് നമുക്കിത് ആർക്കെങ്കിലും അങ്ങ് വിറ്റ് കളഞ്ഞാലോ മോളെ ഈ പത്രം. അല്ല, കേൾക്കുമ്പോ മോൾക്ക് വിഷമം ഉണ്ടാവുമെന്ന് അറിയാഞ്ഞിട്ടല്ല അരവിന്ദേട്ടന്. പക്ഷെ ഇപ്പോഴാവുമ്പോ ചിലരെങ്കിലും അങ്ങ് നിൽപ്പുണ്ട് ജാഗ്രത വാങ്ങിയാൽ കൊള്ളാന്നുള്ള താല്പര്യത്തില്. ഇനി ഇതും കൂടെ അങ്ങ് നിന്ന് പോയാ പിന്നെ ആരാ അരവിന്ദേട്ടന്റെ മനസ്സിൽ? അങ്ങനെ പ്രത്യേകിച്ച്. ആ ഇടയ്ക്ക് സുഷമ വിളിച്ചപ്പോ താല്പര്യം പോലെ പറഞ്ഞിരുന്നു നമ്മുടെ വിശ്വേട്ടൻ, ട്രാവൻകൂർ ന്യൂസ് പേപ്പേഴ്സ് കമ്പനി ചെയർമാൻ വിശ്വനാഥൻ. മോള് വിശ്വേട്ടനോടൊന്ന് സംസാരിച്ചു നോക്കിയാൽ. മോളെ എന്താ ഇത്? സ്വന്തം ജീവിതം കൊടുത്ത് നിലനിർത്തിയത് എന്റെ അച്ഛൻ ഈ പത്രം. എന്നിട്ട് ഞാനിത് വിശ്വനാഥനെ പോലെ ഒരു റെച്ചഡ് ഫോർത്ത് റേറ്റ് റോഗിന്റെ കാൽ കീഴിൽ കൊണ്ടുവച്ച് അടിയറവ് പറയണം, ഏറ്റെടുക്കാൻ അപേക്ഷിക്കണം അല്ലേ? ഉളുപ്പില്ലാതെ പോയാലും അരവിന്ദേട്ടൻ നിങ്ങൾക്ക് എഴുന്നള്ളിക്കാൻ. You are so dirty, so cheap, so nasty. അയ്യോ മോളെ, ഞാൻ മോളെ. എടോ അരവിന്ദൻ, മേലാലെന്തെങ്കിലും വേണ്ടാതരം വിളമ്പിയിട്ട് ആ കുഞ്ഞിനെ ദണ്ഡിപ്പിച്ചാലുണ്ടല്ലോ തല അല്പം നരച്ചു പോയെന്നൊന്നും കണക്കാക്കേണ്ടതാണ്. ഓടിച്ച് ചെടിയെ പൊട്ടിക്കും. അയ്യോ മാഷ, ഇറങ്ങി പോടാ അവിടുന്ന്.